മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ കുടുംബം സംതൃപ്ത കുടുംബം എന്നാണ്. നല്ല സംതൃപ്തമുള്ള കുടുംബം. മോൾക്ക് കമ്മീഷൻ വാങ്ങിയ ചെയ്യാത്ത സേവനത്തിന് കമ്മീഷൻ വാങ്ങിച്ചതിന് മോളുടെ പേരിൽ കേസ്, മകന്റെ പേരിൽ ലൈഫിന്റെ EDയുടെ നോട്ടീസ്, മുഖ്യമന്ത്രിയുടെ പേരിലാണെങ്കിൽ ലാവലിൻ കേസ്. ഇത്രയും സംതൃപ്ത കുടുംബം ലോകത്ത് എവിടെയാണ്? അതാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബം. മകനും പ്രതി, മകളും പ്രതി, അദ്ദേഹം പ്രതി, ഇനി ഭാര്യ മാത്രമാണ് പ്രതിയാവാൻ ബാക്കിയുള്ളത്. എങ്കിലേ സമ്പൂർണ്ണ സംതൃപ്തി ആ കുടുംബത്തിനുണ്ടാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ദേവന്റെ സ്വർണം മോഷ്ടിച്ച കാര്യത്തിൽ ചില വ്യക്തികളെ മാത്രം പ്രതികളാക്കി രക്ഷപ്പെടാമെന്ന് കരുതാണ്. അന്ന് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരെ കുറിച്ച് അന്വേഷിക്കണം. 2019 മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. കടകംപള്ളി ഇപ്പൊ വന്ന VD സതീശൻ പറഞ്ഞു, ഈ സ്വർണം ആര് കെട്ടുമെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടകംപള്ളിയോട് ചോദിക്കാൻ പറഞ്ഞു. കടകംപള്ളി എന്നെ അവമാനിച്ചു, ഞാൻ സ്വർണം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു VD സതീശൻ. എന്നാൽ ഈ കടകംപള്ളിയെ കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം എന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞു, ഇയാൾ കാണുന്നത്ര മാന്യനൊന്നുമല്ല, ഇയാൾ എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു. എന്താ ഞാൻ പറയണ്ടല്ലോ, സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് പോയിട്ട് ഒരു കത്ത് പോലും നൽകാൻ കടകംപള്ളി തയ്യാറായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോ പോലീസുകാരെ വെച്ചിട്ടൊക്കെ കേസ് തേച്ചു മാച്ച് കളയാന്ന് കരുതണ്ട. സ്വർണം കട്ടത് മാത്രമല്ല, ആചാര ലംഘനം ഉൾപ്പെടെ നടത്തിയ പഴയ സംഭവങ്ങൾ. അന്നൊക്കെ ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോ ഞാൻ ഓർക്കുകയാണ്, ഇവിടെയാണ് ഈ പന്തളത്താണ് BJPക്കാർ ബദൽ സംഗമം നടത്തിയത്. അന്നത്തെ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ചില ആസാമിമാരുടെ പ്രസംഗം. ഇവിടെ സ്വാമിമാരല്ല, ആസാമിമാര്. അവർ പറഞ്ഞെന്താ, വാവര് കൊള്ളക്കാരനാണ്, വാവര് വർഗീയവാദി. ഇപ്പോ പന്തളത്തുകാർക്കൊക്കെ അറിയാം വാവരിവിടെ വന്നത് കൊള്ളം ചെയ്യാൻ തന്നെയാണ്. പക്ഷേ അയ്യപ്പൻ തന്റെ വിശ്വരൂപം കാണിച്ച് വാവരെ മാനസാന്തരപ്പെടുത്തുന്ന നിയമം. അതുകൊണ്ടാണ് വാവര് പറഞ്ഞു, ഞാൻ ശിഷ്യനാവാന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, പാടില്ല, നിങ്ങൾ എന്റെ സുഹൃത്താണ്. കാരണം ശിഷ്യനാവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസങ്ങൾ അടിയറ വയ്ക്കുകയാണ്. അത് വേണ്ട, നിങ്ങളുടെ വിശ്വാസങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം, നമ്മൾ സുഹൃത്തുക്കളാവാം. ഞാൻ കഴിഞ്ഞ 50 വർഷമായിട്ട് മുടങ്ങാതെ വ്രതമെടുത്ത് മലയൗട്ടുന്ന ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാവരുടെ ആ സ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ഉടവാൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഭസ്മവും കുരുമുളകും വാങ്ങി ഞങ്ങളുടെയൊക്കെ പേരിൽ വഴിപാടൊക്കെ നടത്തിയതിന് ശേഷമാണ് മലയൗട്ട്. അതാണ് അവിടുത്തെ നിയമം. അതിന് പകരം വാവരെയും അയ്യപ്പനെയും രണ്ടാക്കി ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ BJPക്കാർക്ക് ഒരവസരം കൊടുക്കാൻ കാരണം ഈ പിണറായി നടത്തിയ അയ്യപ്പ സംഘമാണ്. നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്വാമിയെ ഭരണമയ്യപ്പ. ഇപ്പോ ഒരു ചാൻസും കൂടെ വേണമെന്നാണ് പിണറായി പറയുന്നത്. ഇനി ഒരു ചാൻസും കൂടെ ഇദ്ദേഹത്തിന് കൊടുത്താലുണ്ടല്ലോ, നമ്മളൊക്കെ അടുത്ത വർഷം സ്വാമിയെ വിളിച്ചാൽ അയ്യപ്പൻ പറയും, ഞാൻ ഇയാളുടെ വയറ്റിൽ കിടക്കുകയാണ് മകനെ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഇനി വിഴുങ്ങാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടുപോയി. സാധാരണ യോഗദണ്ഡും രുദ്രാക്ഷമാലി അത് സ്വർണം കെട്ടേണ്ട ആവശ്യമില്ല. അതും സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് അതും അടിച്ചു മാറ്റി. പിന്നെ ഈ ഭഗവാന്റെ വിഗ്രഹം മാത്രമാണ് മാറ്റാൻ ബാക്കി. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവരെ ജനകീയ കോടതിയിൽ ശിക്ഷിക്കണം. ഏതായാലും ഈ യാത്രയിലൊക്കെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങളുണ്ടായി. അതിനി ഭാവിയിലും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്